ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ദുബൈയിലേക്കാണ്. അതായത് ദുബായ് മെട്രോ അതോടൊപ്പം തന്നെ ട്രാം എന്നിവയിൽ ഈ സ്കൂട്ടറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് മുതലാണ് ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയത്. ഒപ്പം തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ വിലക്ക് എന്നാണ് RTA അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ജലശുദ്ധീകരണ രംഗത്തെ പുതിയ കണ്ടെത്തലുകൾക്ക് $119 മില്യൺ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ UAE പ്രസിഡന്റ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് വാട്ടർ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമുക്ക് ഷിനോജ് ഷംസുദ്ദീൻ നൽകും. ഷിനോജിലേക്ക് പോകുമ്പോൾ ഷിനോജ്, ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സ്കൂട്ടറുകൾക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്ക് തന്നെയാണ്. അതായത് മെട്രോകളിൽ ഏർപ്പെടുത്തിയ വിലക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ദുബായിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഷിനോജ്? അനീഷ, UAE ഇന്ന് സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദുബൈ മെട്രോയിലും അതുപോലെ തന്നെ ട്രാമിലും ട്രെയിനുകളിൽ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് RTA ഈ പ്രഖ്യാപനം പുറത്തു വന്നത്. ഇന്നു മുതൽ മാർച്ച് 1 മുതൽ സ്കൂട്ടറുകൾ ട്രെയിനിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് പലരുടെയും സംബന്ധിച്ചിടത്തോളം UAE സാധാരണക്കാരുടെയൊക്കെ ഒരു യാത്രാമാർഗ്ഗമാണ് സ്കൂട്ടറുകൾ. അതുകൊണ്ട് തന്നെ ഇതിൽ കയറി മെട്രോയിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്ന നിരവധി പേരുണ്ടായിരുന്നു. പലരും ഈ വിലക്ക് നിലവിൽ വന്നതറിയാതെ ഇന്ന് മെട്രോ സ്റ്റേഷനിലെത്തുകയും പിന്നീട് പാർക്കിങ്ങുകളിൽ ഈ സ്കൂട്ടറുകൾ സൂക്ഷിച്ച് മെട്രോയിൽ കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു വലിയ പ്രഖ്യാപനം ഇന്ന് UAE നിന്നുള്ളത് ജലശുദ്ധീകരണത്തിനായി പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നവർക്ക് മുഹമ്മദ് ബിൻ സായിദ് വാട്ടർ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി $119 ഒരു സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. 5 വർഷമാണ് ഈ സമ്മാനത്തിൻ്റെ കാലാവധി. അതിനിടയിൽ ലോകത്തിന് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിൽ ആഗോളതലത്തിൽ ജലശുദ്ധീകരണ പദ്ധതികളിലെ ഇന്നോവേഷൻ പുതിയ കണ്ടെത്തലുകൾക്കാണ് ഈ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് താങ്ങുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഈ ജല പദ്ധതി എന്നുള്ള ഒരു നിർദ്ദേശവും മുഹമ്മദ് ബിൻ സായിദ് വാട്ടർ ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത എന്നുള്ളത് ബഹിരാകാശ രംഗത്ത് ചരിത്രം കുറിക്കുന്ന UAE അവരുടെ രണ്ടാമത്തെ ബഹിരാകാശ പദ്ധതിയിലെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രിക അടക്കമുള്ള 2 പേർ അവർ നാസയിൽ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 വർഷം നീണ്ട പരിശീലനമാണ് US ഹൂസ്റ്റണിൽ അവർക്ക് നൽകിയിരിക്കുന്നത്. നൂറ അൽ മത്രൂഷി, മുഹമ്മദ് അൽ മുല്ല ഇങ്ങനെ 2 യാത്രികർ അവരുടെ പരിശീലനം പൂർത്തിയാക്കി ഈ മാർച്ച് 5-ന് അവരുടെ കോഴ്സിൻ്റെ എല്ലാവിധ പരിശീലന പദ്ധതികളും പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെൻറ്റർ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. അലിഷ. ഷിനോജ് ഷംസുദ്ദീനാണ് അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ നൽകിയത്.